അപ്പോൾ പണിക്കാർ ആയെങ്കിലും എൻ്റെ ശ്രദ്ധ പാമ്പിലേക്ക് തന്നെയായി. പിന്നെ രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പ്രവർത്തനത്തിലേക്കും പോകുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ എന്തായാലും നടക്കില്ല എല്ലാം കൂടെ. അപ്പോൾ എനിക്ക് കാവലായിട്ട് എപ്പോഴും ബോഡി ഗാർഡ്സ് ആയി തുടങ്ങി. എൻ്റെ കൂടെ സഞ്ചരിക്കുന്നവർ ഞാൻ പോകുമ്പോൾ എന്നോടൊപ്പം. സത്യം പറഞ്ഞാൽ ബോഡി ഗാർഡ്സിൻ്റെ ആവശ്യമേ ഇല്ല, എനിക്ക് ആരെയും ഭയമില്ല, ഞാൻ ഒരാളിനെയും ഭയപ്പെട്ടില്ല. പക്ഷേ ഇവർ എൻ്റെ പ്രവർത്തനം കണ്ടിട്ട് എൻ്റെ കൂടെ ഞാൻ വാവാ സുരേഷിനൊപ്പം ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞ് അവർ ചുമ്മാ എൻ്റെ കൂടെ നടക്കണം എപ്പോഴും. കാരണം വെച്ചാൽ അപ്പോൾ എനിക്ക് ചിലവ് വർദ്ധിക്കുന്നു, ഇവർക്ക് ഫുഡ് അന്വേഷിക്കണം, ഇവരുടെ കാര്യങ്ങൾ നോക്കണം, ഇവർ വെറുതെ വരുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, എനിക്ക് മേശരിപ്പണിയാണല്ലോ, നിങ്ങൾ മേശരിപ്പണിയിൽ ലേബറായിട്ട് കൂടിക്കോ, നിങ്ങൾക്കൊരു ശമ്പളം വൈകിട്ട് കിട്ടും. അപ്പോൾ പിന്നെ അവർ ഈ പെരുമ്പഴെടുത്ത് മേശരിപ്പണിക്ക് കൂടി പിന്നെ അങ്ങോട്ടൊരു വലിയൊരു മേഖലയാക്കി ഞാൻ മാറ്റി. അങ്ങനെ ഒരു ദിവസം പണികൊണ്ട് നിൽക്കുമ്പോഴാണ് ഒരു പാമ്പിനെ കോളുകൾ ഉണ്ടെങ്കിൽ ഞാൻ കുറേയൊക്കെ അവോയ്ഡ് ചെയ്ത് തുടങ്ങി. കാരണം എൻ്റെ പണി എനിക്ക് വരുമാനം ഇല്ലാതാവുന്നു. അപ്പോൾ ഞാൻ വീണ്ടും സേവന പ്രവർത്തനങ്ങളിലേക്ക് കുറച്ച് മുന്നോട്ട് പോയി. അപ്പോഴാണ് ഞാൻ അറിയുന്നത് എൻ്റെ പ്രിയപ്പെട്ട, അപ്പോൾ ഞാനപ്പോഴും ഓലയിട്ട് വീട്ടിൽ താമസിക്കുകയാണ്, ചെറ്റപ്പേഞ്ഞ വീട്ടിൽ താമസിക്കുന്ന ആളാണ്. അപ്പോൾ എന്നെ സഹായിച്ചിരുന്ന സലീം എന്ന് പറഞ്ഞ ചേട്ടൻ ഒരു ദിവസം എന്നോട് പറഞ്ഞു, വാവ എനിക്ക് ഷർമിലിയുണ്ട്, ഷക്കീലുണ്ട്, എൻ്റെ ബാനു മാത്രമേ കല്യാണം കഴിച്ചിട്ടുള്ളൂ, എനിക്ക് എൻ്റെ വീട്, എൻ്റെ അമ്മ പ്രായമായി, നീ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും ചെയ്തു തരാൻ പറഞ്ഞു. ഞാൻ അപ്പോൾ തന്നെ അന്ന് എന്നെ വിനോദ് എന്ന് പറഞ്ഞ ഒരു വെൽഡറെ വിളിക്കുന്നു. അപ്പോൾ അവന് സമയമില്ല എന്ന് ഞാൻ പറഞ്ഞ ഗിരീഷ് എന്ന് പറഞ്ഞ ചേട്ടനെ വിളിക്കുന്നു. അപ്പോഴും തന്നെ പിറ്റേന്ന് തൊട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മേൽക്കൂരെല്ലാം പൊളിച്ച്, അപ്പോഴൊന്നും എൻ്റെ പൈസ ഇല്ല, ഇതിന് കിട്ടുന്ന വരുമാനം അത് ഞാനെല്ലാം കൂടെ പൊളിച്ച് 1,65,000 രൂപ മുടക്കി അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മേൽക്കൂര മുഴുവൻ. അന്ന് എനിക്ക് ചെയ്ത ഉപകാരം, അന്ന് എനിക്ക് അദ്ദേഹം 10, 500, 1000 അല്ലെങ്കിൽ ഒരു 10,000 രൂപയ്ക്ക് എനിക്ക് വണ്ടി ഓടിയെങ്കിൽ അതിന് പ്രത്യുപകാരമായി എനിക്ക് അദ്ദേഹത്തിൻ്റെ വീട്, അദ്ദേഹത്തിൻ്റെ അമ്മയുടെയും പെങ്ങളെയൊക്കെ വീട് മഴ നനയാതെ എനിക്ക് മേൽക്കൂര ചെയ്തു കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ അത് അറിഞ്ഞതോടുകൂടി സേവനമായിട്ട് ആൾക്കാർ ഇങ്ങോട്ട് കൂടുതൽ ആൾക്കാർ വന്നു തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ കാലഘട്ടത്തിലാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് പ്രേമൻ അദ്ദേഹം ഇതറിഞ്ഞു. അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് 92 വയസ്സുണ്ടെന്ന്, ഒരു സഹോദരിയുണ്ട്, ശാന്ത എന്നാണ് പേര്, കല്യാണം കഴിഞ്ഞില്ല, പ്രായക്കൂടുതലാണ്. അപ്പോൾ അദ്ദേഹവും ആ അമ്മയും, ശാന്തൻ്റെ ചേച്ചിയാണ് ഇദ്ദേഹത്തിൻ്റെ ചേച്ചി. അപ്പോൾ എൻ്റെ പറഞ്ഞ്, വാവേ എനിക്ക് എൻ്റെ വീട് ഇങ്ങനെയാണ്, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ അപ്പോൾ തന്നെ എൻ്റെ ജോലിയിൽ നിന്ന് കിട്ടുന്ന ബാലൻസ് എല്ലാം കൊണ്ട് മിച്ചം പിടിച്ച് അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്തുള്ളൊരു വെൽഡറെ വിനോദിനെ വിളിച്ചു വരുത്തി. വിനോദ് വന്നു, എസ്റ്റിമേറ്റ് ഇട്ടു, 1,80,000 രൂപ ആണെന്ന് പറഞ്ഞ്. അത് ഞാൻ പിറ്റേന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പണി തുടങ്ങി. 3 ദിവസം കൊണ്ട് ആ വീടിൻ്റെ മേൽക്കൂര മൊത്തം ഷീറ്റിട്ട് കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞു. അത് ചെയ്തു. അങ്ങനെ മുന്നോട്ട് പോകുന്നു. അപ്പോഴും എൻ്റെ വീട് ഓലമേഞ്ഞ വീടാണ്, പഴയ വീടാണ്. ആ ചോർന്നിരിക്കുന്ന ദാരിദ്ര്യം പിടിച്ച വീട്ടിൽ തന്നെ അപ്പോഴും ഞാനുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ വീണ്ടും ആ വീടും കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി പിന്നെ നിരന്തരം കോളിലേക്ക് പോകുന്നു. അടുത്ത 3-ാം ദിവസമാണോ 2-ാം ദിവസമാണോ എന്ന് എനിക്കറിയില്ല, പത്തനംതിട്ട ജില്ലയിൽ കലഞ്ഞൂർ കഴിഞ്ഞ് അതായത് പത്തനാപുരം കഴിഞ്ഞ് കലഞ്ഞൂർ കഴിഞ്ഞ് പത്തനംതിട്ട ജില്ലയിൽ കയറി കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ ആ സ്ഥലത്തിൻ്റെ പേര് നെട്രച്ചിറ എന്ന മറ്റാണ് സ്ഥലത്തിൻ്റെ പേര്. നെട്രച്ചിറ എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. അവിടുത്തെ വാർഡ് മെമ്പർ രാവിലെ വിളിക്കും. ഞാൻ പണിക്ക് പോകാനായിട്ട് ഇറങ്ങി, പണിക്കാരൊക്കെ പണി സൈറ്റ് ഞാൻ പറഞ്ഞു വിട്ടു. അപ്പം ആ നെട്രച്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പില്ലറിന് കുഴിയെടുത്ത കുഴിക്കകത്ത് ഒരണലി കിടക്കുന്നു എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു, ശരി ചേട്ടാ ഞാൻ വരാമെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിളിക്കുന്നു, പുള്ളിക്കാരൻ എന്നെ വിളിക്കുന്നു. ഞാൻ ഇവിടുന്ന് ഓട്ടോയിൽ അന്ന് എനിക്ക് സാമ്പത്തിക കുറവായതുകൊണ്ട് കാർന്ന് പിടിക്കാനുള്ള സാമ്പത്തികമില്ല. അപ്പോൾ ഞാൻ സെൽവൻ പുള്ളിയെ വിളിക്കുന്നത്. അളിയാ വാന്ന് പറഞ്ഞു. അളിയാ ഞാൻ ഓട്ടോ കൊണ്ട് പോകാൻ എന്തായാലും ഞാൻ വരാമെന്ന്. അളിയാന്നാണ് ഞാൻ വിളിക്കുന്നത്. ഇവിടെ എൻ്റെ അളിയനല്ല, അളിയാന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ പുള്ളിയെ വിളിച്ച് പുള്ളിയുടെ ഓട്ടോയിലോട് ചെല്ലുന്നു. അണലിയുടെ ദേഹത്ത് കല്ലൊക്കെ ഇട്ട് ഒരു മുറിവ് ഉണ്ടാക്കി ചതഞ്ഞിരിക്കുന്ന ഒരു അണലിയെ ഞാൻ ബോട്ടിലാക്കുന്നു. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഈ വാർഡ് മെമ്പറിനെ എൻ്റെ ഓട്ടോയിലൊന്ന് കയറിയിട്ട് നമുക്കൊരു കട്ടൻ ചായ വെള്ളം കുടിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വെള്ളം കുടിക്കാൻ കടയിൽ ഇറങ്ങിയപ്പോൾ ഞാൻ വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി നാട്ടുകാരെയൊക്കെ വിളിച്ചു കൂട്ടി ഈ പാമ്പിനെ എടുത്ത് ഇങ്ങനെ കുലുക്കി കാണിക്കുന്നു. അപ്പോൾ ഞാൻ വഴക്ക് പറഞ്ഞിട്ട് ഈ അടപ്പ് തുറന്നിങ്ങനെ തട്ടിയതും, അടപ്പ് ഇങ്ങനെ തുറന്നിരിക്കുന്ന അടപ്പ് ദേഷ്യപ്പെട്ട് വാങ്ങിങ്ങനെ തട്ടിയതും ഇവിടെ ഇരുന്ന അണലി നേരെ എത്തി ഒറ്റപ്പിടിയായിരുന്നു കയ്യിൽ കടിച്ചു. ഞാൻ അവിടെ നിന്ന് അതിനെ കുപ്പിയിലാക്കി. അപ്പോഴേക്കും എനിക്ക് ഒരു 5 മിനിറ്റ് ആയതുള്ളൂ. വേദന നന്നായിട്ട് അനുഭവപ്പെട്ടു തുടങ്ങി. വേദന ഇവിടെ നിന്ന് ഇങ്ങനെ കൂടി ബോഡി പെയിൻ, നല്ല അറിയാമല്ലോ, നമുക്ക് രക്തത്തെ ബാധിക്കുന്ന വനമാണ് നമുക്ക് അണലി നൽകുന്നത്, ശരീരത്തെ മസിലുകളെ ബാധിക്കും.
അപ്പോൾ നമ്മൾ ഈ രക്തത്തെ ബാധിക്കുമ്പോൾ ഈ വെനം നമ്മുടെ ശരീരത്തിൽ കടന്നു പോകുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ വേദന, ശരീരം താങ്ങാൻ പറ്റാത്ത വേദന ഇങ്ങനെ വർദ്ധിക്കും. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് വേദന കൂടി വന്ന സമയത്ത് തന്നെ ഞാൻ പറയേണ്ടത് നമുക്ക് പോവാളിയാന്ന് പറയും. വെള്ളം കുടിച്ചിട്ട് അവിടെ വെച്ചിട്ട് ഞങ്ങൾ പെട്ടെന്ന് ഓട്ടോ പിടിച്ച് അവിടെ നിന്ന് കൊട്ടാരക്കര വരുന്നു. ആ ഓട്ടത്തിൽ തന്നെ കൊട്ടാരക്കര വരുന്നു. കൊട്ടാരക്കര ജംഗ്ഷൻ എത്തിയപ്പോൾ ഈ ഓട്ടോ ഇങ്ങനെ പതുക്കെ പോകുന്നുള്ളൂ. പുള്ളി പതുക്കെ വണ്ടി ഓടിക്കും. അപ്പോൾ എനിക്ക് തോന്നി ഇതിൽ പോയാൽ ഇത്രയും ദൂരം കിടക്കുന്നു, പെട്ടെന്ന് ഓടി നമ്മൾ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ എത്താൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഉടനെ ഒരു ആംബുലൻസ് വിളിക്കുന്നു. ആംബുലൻസ് വിളിച്ചു, ഞാൻ തന്നെ വിളിച്ചു. അത് മാരുതി മറ്റേ സാധാ ചെറിയ ആംബുലൻസാണ്. അതിൽ നേരെ ഓടി ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ വരുന്ന സമയത്തിന് ഞാൻ നേരെ അന്നത്തെ ഡോക്ടർ ശർമ്മ സാറിനെ വീണ്ടും വിളിക്കുന്നു. അപ്പോൾ സാറ് പെട്ടെന്ന് വരാൻ പറഞ്ഞു. ഞാൻ പെട്ടെന്നല്ല 1.5 മണിക്കൂർ എടുത്തു. ഓടി അവിടെ ചെന്നു, നേരെ ICUയിലേക്ക് ആവുന്നു. നേരെ എനിക്ക് വന്നൊരു 15 ദിവസത്തിലേറെ ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അണലിയായതുകൊണ്ട് കുറച്ച്, എന്നാലും എനിക്ക് ഒരു ഭാഗ്യം ഉണ്ടായത് ഇതുവരെ ഡയാലിസിസിങ് ഒരു സാധനം വേണ്ടി വന്നിട്ടില്ല. ഇന്ന് വരെ അണലി അടിക്കുന്നു, എനിക്കുള്ള മൂത്രവാസം അനുഭവപ്പെടുന്നു. അപ്പോൾ കത്തിട്ട് യൂറിൻ ട്യൂബ് ഇടുന്നു, യൂറിൻ പോകുന്നു. എനിക്ക് വേറെ കിഡ്നി പ്രോബ്ലം ഒന്നും ഉണ്ടായിട്ടില്ല, യൂറിൻ ബ്ലോക്ക് ഉണ്ടായിട്ടില്ല. ട്രീറ്റ്മെൻറ്റ് അത് ചെന്ന് അഡ്മിറ്റ് ആവുന്നു. അവർ തന്നെ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യുന്നു. ബാക്കിയുള്ള കാര്യങ്ങൾ എല്ലാം നോക്കുന്നു, BP നോക്കുന്നു, ഷുഗർ നോക്കുന്നു, ബാക്കി ട്രീറ്റ്മെൻറ്റ് ഹാർട്ടിൻ്റെ എന്താ പറയുക ഇതെല്ലാം ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റുകൾ ഇങ്ങനെ നോക്കുന്നു. ഒരു പ്രശ്നങ്ങളില്ല. ബാക്കിയുള്ള ബോഡി ചെക്കപ്പ് പോകുന്നു, പ്രശ്നമില്ല. രക്തത്തിൽ പ്രശ്നമില്ല, ഷുഗറുണ്ടോ ഒന്നുമില്ല, എനിക്കൊരു പ്രശ്നമില്ല. ആ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് 15 ദിവസം കഴിഞ്ഞ് വീണ്ടും ഞാൻ പുറത്തേക്ക് ഇറങ്ങും. പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്തേക്ക് ഒരു 4 ദിവസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കുറച്ച് ദൂരെ നിന്നൊരു കോൾ. ഇതിനിടയ്ക്ക് കോളുകൾ ധാരാളം വരാറുണ്ട്. അത് നമ്മളെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഇതിൽ പറയുന്നുള്ളൂ. നെയ്യാറ്റിൻകരയ്ക്ക് അടുത്ത് ഒരമ്മയാണ് അമ്മയുടെ വീട്ടിൽ ജോലി ചെയ്യുന്നൊരു ചേട്ടനാണ് വിളിച്ചത്. ഞങ്ങളുടെ എന്താ സുരേഷ്, ഇവിടെ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തൊരു ടീച്ചറിൻ്റെ വീട്ടിലൊരു പാമ്പെന്ന് പറഞ്ഞു. ഞങ്ങളുടെ എവിടെയാണ് കേട്ടോ? അത് നമ്മുടെ നെയ്യാറ്റിൻകരയ്ക്ക് അടുത്ത് പെരുമ്പഴുതൂർ അടുത്താണെന്ന്. നമ്മൾ ശരിയായിട്ടാണ് പറയാം. എവിടെയാണ് അത്? മതിലിൻ്റെ അകത്താണെന്ന്. നമ്മൾ കിട്ടുമോയെന്ന് വെച്ച് ശരി കിട്ടുമെന്ന് പറഞ്ഞു. അപ്പം ഞാനിവിടെ നിന്ന് ഓട്ടോ ഓടിച്ച് അവിടെ ചെല്ലുന്നു. വലിയൊരു മതിലായിരുന്നു. മതിലൊക്കെ പൊളിച്ചു. ഉച്ചയ്ക്ക് 12-1 മണിക്ക് തുടങ്ങിയ പണി ഒരു 6 മണി ആയി മതിൽ പൊളിച്ച് തീർന്നപ്പോൾ പാമ്പിനെ പിടിച്ചു. അപ്പോൾ ഈ 6 മണി ഉച്ചയ്ക്ക് 1 മണി തൊട്ട് ഞാൻ 6 മണി വരെ ഒരു സാധനം കഴിച്ചിട്ടില്ല, പച്ച വെള്ളം പോലും കുടിച്ചിട്ടില്ല. അപ്പോൾ നന്നായിട്ട് ക്ഷീണിച്ചു. അന്നൊക്കെ ജോലിയാണ്, ഞാൻ ഒറ്റയ്ക്കാണ്. അപ്പോൾ ഞാൻ പുള്ളിക്കാരത്തിയോട് പറഞ്ഞു, അമ്മ എനിക്കിത് കുടിക്കാൻ വെള്ളം വേണം. അപ്പോൾ അവർ ചോദിച്ച് കയ്യും കാലം കഴിവാണ്. ഞാൻ അല്ല അമ്മ, എനിക്ക് കുടിക്കാനാണെന്ന്, കുടിക്കാൻ കുറച്ച് വെള്ളം ഒരു ഒട്ടും വയ്യാന്ന് പറഞ്ഞു. ശരി മക്കളത് ഇപ്പോൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. പുള്ളിക്കാരത്തി പുറകെ കൂടെ പോയി കുറച്ച് പേര് മഗ്ഗിൽ വെള്ളം കൊണ്ടുവന്നു, മഗ്ഗിൽ. അപ്പോൾ ഈ വീട്ടിൽ ജോലി ചെയ്യുന്ന ആൾ തന്നെ അവിടെ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ അമ്മ ഇത് കുടിക്കാൻ ഞാൻ അകത്തുനിന്ന് എടുത്തുകൊണ്ട് വന്ന വെള്ളം മക്കളെ എന്ന് പറഞ്ഞു. ശരി ഞാൻ ആയിക്കോട്ടെ. ഞാൻ കുടിക്കാണ്ട് ഇങ്ങനെ വയലേക്ക് ഒഴിക്കാൻ പുള്ളിക്കാരൻ കുടിക്കരുത്, ഇത് പുറത്ത് ആൾക്കാർ വന്നാൽ ഉപയോഗിക്കുന്ന ബാത്റൂമിൽ ഉപയോഗിക്കുന്ന മഗ്ഗാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മാനസികമായിട്ട് നല്ല വിഷമം തോന്നി. കാരണം എന്താ പറയുക, നമ്മളെ ഇന്നൊരു നായുടെ വില പോലും നമ്മുടെ ജനം അല്ലെങ്കിൽ നമ്മുടെ ആ കാലഘട്ടത്തിൽ, അവരൊരു എഡ്യൂക്കേറ്റഡായ ഒരു അമ്മയാണ്. അമ്മ ഹൈസ്കൂളിലെ ഹെഡ് മാസ്റ്ററായിരുന്നു. ഈ അമ്മ കുട്ടികളെ എങ്ങനെ സ്നേഹിച്ചിരുന്നു എന്നതിനപ്പോൾ ചിന്തിച്ചു. ഈ മക്കളെയൊക്കെ എങ്ങനെയാണോ കാണുന്നത്, ഈ മക്കളെ ഇങ്ങനെ എന്താ പറയുക, ആ അമ്മ ഒരിക്കലും ഒരു കോടീശ്വരിയല്ല. ആ അമ്മ ഒരിക്കലും ഒരു ബ്രാഹ്മണ അമ്മയല്ല, അല്ലെങ്കിൽ ഒരു നായർ ഫാമിലിപ്പെട്ട അമ്മയല്ല, സാധാരണ ഫാമിലിപ്പെട്ടൊരു അമ്മയാണ്. മറ്റ് ഏതെങ്കിലും ആണെങ്കിൽ പറയാൻ ജാതി ഭേദം കാണിച്ച് നമ്മുടെ ജനങ്ങൾ ഒരിക്കലും അല്ല. ഇത് കേൾക്കുന്നവർക്ക് തോന്നാം. ആ അമ്മ സാധാരണക്കാരുടെ അമ്മയായിരുന്നു. ആ അമ്മ എനിക്ക് നായ്ക്ക് കക്കൂസി ബാത്റൂമിൽ ഉപയോഗിക്കുന്ന മഗ്ഗിൽ എനിക്ക് വെള്ളം കുടിക്കാൻ തന്നു എന്നുള്ളത് എനിക്ക് മാനസികമായിട്ട് ഒരുപാട് എന്താ പറയുക തളർത്തി എന്നെ ആ ഒരു കാലഘട്ടം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് അടുത്ത് കോളേജിൽ നിരന്തരം ഞാൻ ഈ പ്രധാനപ്പെട്ട വിഷമിക്കുന്ന കഷ്ടപ്പെടുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ കുഞ്ഞു കുഞ്ഞു പാമ്പളെ കിട്ടിയാൽ നമ്മൾ ഓർക്കേണ്ട കാര്യമില്ല. അപ്പോൾ എനിക്ക് പത്തനംതിട്ടയിൽ മലയാലപ്പുഴ ക്ഷേത്രത്തിനടുത്തുനിന്നൊരു കോൾ വരും. സുരേഷെ, ഞാൻ ഇന്ന സ്ഥലത്തു നിന്ന് വിളിക്കുകയാണ്. ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ വരുമ്പോൾ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ പുതിയ ഹൈവേ റോഡിൻ്റെ താഴെ എന്താ പറയുക, അവിടുന്ന് താഴെ എൻ്റെ വീടാണ്. എൻ്റെ വീട് ഞാൻ വിൽക്കാനിട്ടിരിക്കുന്നു. വിൽക്കാനായിട്ട് പരസ്യം കൊടുത്തിട്ട് വസ്തു കാണാനായിട്ട് ആരെങ്കിലും വരുമ്പോൾ വീട്ടിൻ്റെ താഴെ നിന്ന് മേപ്പോട്ടൊരാൾ പാമ്പ് എഴഞ്ഞു വന്ന് എൻ്റെ വീട്ടിൻ്റെ മുന്നിലത്തെ പാറക്കെട്ടി കയറുന്നു എന്ന് പറഞ്ഞു. ആരും അറിയാതെ വരണമെന്ന് പറഞ്ഞു. ഞാനങ്ങനെ ഒരു ദിവസം
വൈകിട്ടൊരു 5:30 മണിയോടെ അവിടെ ചെല്ലുന്നു. ഓട്ടോയല്ല കാറിലാണ് പോകുന്നത്. അന്ന് അമ്പിച്ചേട്ടൻ ഡ്രൈവർ. കരിയത്തുള്ള ഇടവക്കുള്ള കരിയത്ത് ചെല്ലമംഗലത്ത് ക്ഷേത്രത്തിനപ്പുറത്തുള്ള അമ്പിച്ചേട്ടൻ ഡ്രൈവർ. ചേട്ടനിപ്പോൾ കാഴ്ച നഷ്ടപ്പെട്ട് ചേട്ടനിപ്പോൾ വണ്ടി ഓടാനൊന്നും പറ്റില്ല. അപ്പോൾ അദ്ദേഹത്തിനെ വിളിച്ച് ഞാൻ പോകുന്നു. ചെന്ന് ആരും അറിയാതെ വണ്ടിയൊക്കെ അകത്തോട്ട് കയറ്റിയിടുന്നു. അപ്പോൾ ഞാൻ ആ മതിലിൻ്റെ അവിടെ നോക്കിയിരിക്കുന്നു. ഇടയ്ക്ക് തലയിട്ടു. അപ്പോൾ ഞാൻ ആ തലയിട്ട സ്ഥലത്ത് അപ്പുറം നന്നായിട്ട് പുക കൊടുക്കാനുള്ള ഒരു ഐഡിയ ആയിരുന്നു. അപ്പോൾ പുക കൊടുത്താൽ മേളിൽ കൂടെ പോകുന്ന ആൾക്കാർ കാണും. അപ്പോൾ ഇവർക്ക് വീട് വിൽക്കണമെങ്കിൽ ഒരാൾ വന്നപ്പോഴല്ല പല ആൾക്കാർ വന്നപ്പോഴും ഇവ എഴഞ്ഞു വന്ന് ഇതിനകത്ത് കയറുന്നവർ കണ്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് പൊളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ് ശരി, ആൾക്കാരൊന്നും വിളിക്കണ്ട, ഇന്ന് വൈകിട്ട് 5:30-6 മണിക്ക് ഞാൻ ഈ പൊളിക്കാൻ തുടങ്ങുകയാണ്. ഇന്ന് വൈകിട്ട് പൊളിക്കാൻ തുടങ്ങി വെളുക്കുന്നവരെ പൊളിച്ചു. ഇടയ്ക്ക് പൊളിച്ച് എനിക്ക് ഏറ്റവും വലിയൊരു എൻ്റെ ഒരു വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ കട്ടൻ ചായ, ഒരു 100 കട്ടൻ ചായ ഞാൻ ഒരു ദിവസം കുടിക്കാറുണ്ടായിരുന്നു. ആ സമയത്ത് ഫുഡ് അങ്ങനെ കഴിക്കാറില്ല. അപ്പോൾ ഞാൻ അതിൽ പൊളിക്കുന്നു, കട്ടൻ ചായ കുടിക്കുന്നു. അങ്ങനെ പിറ്റേന്ന് രാവിലെ വരെ, ഇന്ന് വൈകിട്ട് 6:30 മണിക്ക് തുടങ്ങിയ പണി പിറ്റേന്ന് രാവിലെ 9:30-10 മണി വരെ ഞാൻ പൊളിച്ചു. അപ്പോൾ എനിക്ക് പിന്നെ അനങ്ങാൻ വയ്യുന്നു. അപ്പോൾ ഞാൻ പുള്ളിയോട് പറഞ്ഞു, ചേട്ടാ എനിക്ക് വയ്യ, ചേട്ടൻ ഒരാളിനെ കൂടെ വിളിച്ചുകൊണ്ട് വന്നു പണിക്ക് പറ്റില്ല. അപ്പോൾ പുള്ളിക്കാരൻ പോയി തൊട്ട് കുറച്ച് താഴെയുള്ള ഒരാളിനെ, അവരുടെ കാര്യം പറയാതെ പൊക്കം കുറഞ്ഞ ഒരാളിനെ വിളിച്ചുകൊണ്ട്. അപ്പോൾ പുള്ളി വാനത്തിനകത്ത് ഇറങ്ങുന്ന പുള്ളിക്ക് 4 വാനമുണ്ട്. ഈ വാനത്തിനകത്തുള്ള കല്ലെല്ലാം കയറ്റണം, എന്നാലേ ഇതിനെ നമുക്ക് പിടിക്കാൻ പറ്റുള്ളൂ. പുള്ളി ഇറങ്ങി നിന്നൊരു കല്ലെടുത്തിട്ട് കല്ല് പൊങ്ങുന്നില്ല. അപ്പോൾ ഈ 2 സൈഡിലും പൊളിച്ച് വെച്ചിരിക്കുന്നത്, അവർ 5 അടി വീതിക്ക് പൊളിച്ച് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ പാമ്പിന് അപ്പുറത്താണ് പാമ്പിരിക്കുന്നത്, അത് ഇങ്ങോട്ട് പോകാതിരിക്കാൻ വേണ്ടി പൊളിച്ച് വെച്ചിട്ട് അത് പൊളിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഞാൻ ഈ റോഡിൻ്റെ മെയിൻ റോഡിൻ്റെ സൈഡിൽ കുറ്റി കല്ല് നിൽപ്പുണ്ട്, സർക്കാരിൻ്റെ കല്ല്. അപ്പോൾ അതിനെ ഇവിടെ ഒരു പേര മറിയാതിരിക്കുന്ന ഒരു കയറ് കെട്ടി ആ കല്ലിൽ കെട്ടിയിട്ടു. എന്നാൽ ഈ മനുഷ്യൻ, ഈ വനത്തിൽ നിന്ന് കയറിയ മനുഷ്യൻ നേരെ ആ കയറിൽ തൂങ്ങി അങ്ങ് കയറുന്നു. ഇപ്പം ഞാൻ വാനത്തിൽ ഇറങ്ങി കുനിഞ്ഞൊരു കല്ല് എടുത്തുകൊണ്ട് കുനിഞ്ഞ് നിന്നതും പുള്ളി കയർ തൂങ്ങി കയറിയതും അവിടെ നിന്ന് പാറയെല്ലാം കൂടെ ഇടിഞ്ഞു വന്ന് എൻ്റെ മുതുകിൽ കൂടെ വീണു. ഞാൻ വാനത്തിനകത്തായി അവിടെ നിന്ന് ഇവരെല്ലാം കൂടെ കല്ലൊക്കെ വലിച്ചെടുത്തു. എൻ്റെ ഡ്രൈവർ ഇത് അറിയുന്നില്ല, പുള്ളി വണ്ടിക്കകത്തിരുന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വലിച്ച് എന്നെ കയറ്റി, എന്നെ എടുത്തു. അപ്പോൾ എനിക്ക് ഇരിക്കാനും വയ്യ, കിടക്കാനും വയ്യ, കാല് നൂത്ത് വയ്ക്കാൻ വയ്യ. ഞാനപ്പോൾ അവിടുത്തെ നമുക്ക് മാരുതി കാറിൻ്റെ പുറകെ കയറി കമന്ന് കിടന്നു. അവരെന്നെ പെട്ടെന്ന് അവിടെ നിന്ന് അവർ ആ കാറ് തന്നെ നേരെ. അപ്പോഴും എൻ്റെ ഡ്രൈവർ ചോദിക്കുന്നത്, പണി കഴിഞ്ഞാൽ പാമ്പിനെ കിട്ടിയോ എന്തെങ്കിലും. പുള്ളി ഒന്നും അറിയുന്നില്ല. ഞാൻ ആ വണ്ടി കയറി നേരെ പത്തനംതിട്ട ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ വരുന്നു. വന്നപ്പോൾ എനിക്ക് നടുവിൻ്റെ ഇവിടെയൊക്കെ ഭയങ്കര വേദന, ഷോൾഡർ വേദന, ഈ തുടയുടെ ഇവിടെ വേദന. അപ്പോൾ ഞാൻ പറഞ്ഞു, ഡോക്ടർമാരെ എനിക്ക് നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുക്കണ്ട, എനിക്കൊരു പെയിൻ കില്ലർ, ഈ നടുവേദന സഹിക്കാൻ വേണ്ടി പെയിൻ കില്ലർ എടുത്തിടാൻ പറഞ്ഞു. അപ്പോൾ ഒരു ഹൈ ഡോസ് ഒരു പെയിൻ കില്ലർ അടിച്ചു, ബട്ടക്സിൽ അടിച്ചു. അപ്പോൾ തന്നെ അവിടെ നിന്ന് ഒരു ആംബുലൻസ്, എൻ്റെ ഒരു സുഹൃത്ത് ഫോറസ്റ്റിലുള്ള അരുൺ, പുള്ളി നേരത്തെ ആംബുലൻസ് ഡ്രൈവറായിരുന്നു, ഇപ്പോൾ ഫോറസ്റ്റിൽ ആറാട്ടിയിലാണ്. അപ്പോൾ പുള്ളി എനിക്കൊരു ആംബുലൻസ് അറേഞ്ച് ചെയ്തു. ഞാൻ അവിടെ നിന്ന് നേരെ പിടിച്ച് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ വന്നു. കാര്യം പറഞ്ഞു. എന്നെ എല്ലാവരുടെ സ്ട്രെച്ചറിലെടുത്ത് കിടത്തി. ഒരു 2:30-3 മണിയായപ്പോൾ ഞാനിവിടെ വന്നു. എക്സ്റേ എടുത്തു, നടുവിൻ്റെ എക്സ്റേ എടുത്തു, തുടരെ എക്സ്റേ ഒക്കെ എടുത്ത് എല്ലാം എടുത്തു. പഠിക്കുന്ന വിദ്യാർത്ഥികൾ പറഞ്ഞു ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ്, സഹോദര എനിക്ക് പൊട്ടലുണ്ട്, നട്ടലിൽ പൊട്ടലുണ്ട്, നീ നടു അനക്കാൻ വയ്യ. ആ എക്സ്റേയിൽ പൊട്ടലില്ല ചേട്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇവിടെ എനിക്ക് അനക്കാൻ വയ്യ. ഇല്ല പൊട്ടലില്ല. ഞാൻ പറഞ്ഞില്ല, നിങ്ങളെ ഹെഡിനെ വിളിയെന്ന് പറഞ്ഞു. അന്നത്തെ ഓർത്തോയുടെ ഹെഡ് വന്ന് അപ്പോൾ 7:30 മണിയായി. ഞാൻ 3 മണിക്ക് ഹോസ്പിറ്റലിൽ എത്തുകയാണ്, മെഡിക്കൽ കോളേജ്. 7:30 മണിയായി. വന്ന് അദ്ദേഹം എക്സ്റേയിൽ നോക്കിയിട്ട് പറഞ്ഞു, ഇവിടെ ഇങ്ങനെ പൊട്ടലുണ്ട്, നടുവിൽ 3 പൊട്ടലുണ്ടെന്ന്. അങ്ങനെ എനിക്ക് ബെൽറ്റ് ഇടുന്നു, ഇവിടെ ഒരു ക്യാപ്പ് ഇടുന്നു. എന്താ പറയുക, 15-16 ദിവസം കഴിഞ്ഞ് വീണ്ടും വരാൻ പറഞ്ഞു. അപ്പോൾ അനങ്ങാൻ പാടില്ല, ഒരേ കണക്ക് കിടക്കണമെന്ന് പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ ഒരേ കണക്ക് കിടന്ന് എൻ്റെ കാര്യങ്ങളൊന്നും ബാത്റൂമിൽ പോകാൻ പോലും പറ്റത്തില്ല. ഞാൻ നേരെ റൂമിൽ എന്നെ എല്ലാവരും കൂടി എടുത്ത് ഡിസ്ചാർജ് വാങ്ങിച്ച് റൂമിൽ കൊണ്ട് കിടത്തുന്നു. എല്ലാവരും പോയി. എനിക്ക് ബാത്റൂമിൽ പോകണം, അല്ലെങ്കിൽ യൂറിൻ പാസ് ചെയ്യാൻ പോകണം. ഞാൻ അപ്പോഴും തന്നെ എണീറ്റ് ബാത്റൂമിൽ പോയി എല്ലാ കാര്യങ്ങളും ഞാൻ എണീറ്റ് പോയെന്നുള്ളതാണ്. അന്ന് മുതൽ പൊട്ടലെല്ലാം ഉണ്ട് ശരിയാണ്, പക്ഷെ ഞാൻ കിടന്നാൽ എൻ്റെ കയ്യിലേ എൻ്റെ തലയ്ക്ക് ഇരിക്കുകയുള്ളൂ. മറ്റൊരാളുടെ കൈ എത്ര സമയം ഇരിക്കുമെന്ന് ചിന്തിക്കുന്നവർ കുറച്ച് സമയം ഇരിക്കും. അപ്പോൾ അത് പാടില്ല എന്നുള്ളത് ഞാൻ തന്നെ പോയി എല്ലാം എന്നിട്ട് വന്ന് കിടന്നു, ഫുഡ് എടുത്ത് കഴിച്ച് കിടന്നു. ഒരു കുഴപ്പമില്ല. കുറച്ച് ദിവസം, ഒരു 10-15 ദിവസം ഞാൻ നോക്കി. പിന്നെ ഞാൻ ഹോസ്പിറ്റലൊന്നും പോയില്ല. മധ്യപ്രദേശ്, ആൻഡമാൻ, ലക്നൗ, ബറോഡ, നാഷിക്, ഡൽഹി, ആഗ്ര, ഗോളിയോർ. സഞ്ചാരം പെൻഡ്രൈവ് വോള്യം നമ്പർ 22. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222.
അതിനിടയ്ക്ക് ഒരുപാട് കുഞ്ഞു കുഞ്ഞ് അവാർഡുകൾ കിട്ടി. പഞ്ചായത്തിൻ്റെ, വാർഡിൻ്റെ, റെസിഡൻസിൻ്റെ, ക്ലബ്ബുകളുടെ. അപ്പോൾ എന്നിടയ്ക്ക് എൻ്റെ യാത്രക്കിടയിൽ ഞാൻ ഏകദേശം ഇങ്ങനെ ക്ലാസ്സുകൾ, എൻ്റെ ഫുൾ ടൈം അതിഥികൾക്ക് ഈ അവയർനെസ് ക്ലാസ്സുകളുമായിട്ട് ബന്ധപ്പെട്ട് കേരളം മുഴുവൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. അതിനിടയ്ക്കാണ് എനിക്കൊരു അവാർഡ്, അറിയപ്പെടുന്നൊരു അവാർഡ് പ്രഖ്യാപിക്കുകയുണ്ടായി. അത് എൻ്റെ നാട്ടിൽ തന്നെ തിരുവനന്തപുരം ജില്ലയിൽ ശ്രീ മാധവൻ പിള്ള വൊക്കേഷണൽ അവാർഡ് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ അവാർഡ് 1,00,000 രൂപയും പ്രശംസി പത്രവും മെമൻറ്റോയും ഒക്കെ ആയിരുന്നു അവാർഡ്. ഈ അവാർഡ് എനിക്ക് നൽകാനായി എത്തിയ മഹത് വ്യക്തിത്വം മേനക ഗാന്ധി അവറുകളായിരുന്നു. അപ്പോൾ അദ്ദേഹം വരുന്നു. അവാർഡ് മാധവൻ പിള്ള ഫൗണ്ടേഷൻ, മാധവൻ സാർ മരണപ്പെട്ടതിൻ്റെ അവാർഡ് പ്രഖ്യാപിച്ചത് മകനാണ്, ബാലൻ മാധവൻ സാറാണ്. അപ്പോൾ ഇത് തരാനായിട്ട് വരുന്നു. ഞാനത് ഏറ്റുവാങ്ങുന്നു. അപ്പോഴാണ് ഒരു കുഞ്ഞ് ആഗ്രഹം എൻ്റെ മനസ്സിൽ. അപ്പോൾ ഞാൻ അന്നോ തലേദിവസം പത്രത്തിൽ വായിച്ചതാണ്. ചാൾസ് രാജകുമാരൻ അവറുകൾ അന്ന് ഇന്ത്യ സന്ദർശിക്കുന്ന സമയമായിരുന്നു. മേനകാഗാന്ധി അവറുകൾ ഇത് അവാർഡ് വാങ്ങുന്നു. അപ്പോൾ അദ്ദേഹത്തോടൊപ്പം ഒരു വ്യക്തിത്വം, ഒരു ലേഡി ഉണ്ടായിരുന്നു. ലിൻഡ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേരെന്നാണ് എൻ്റെ ഓർമ്മ. അത് ചാൾസ് രാജകുമാരൻ സാറിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ കാണുന്നൊരാഗ്രഹം ഞാൻ അങ്ങോട്ട് മാധവൻ ഫൗണ്ടേഷൻ പ്രഖ്യാപിച്ച ബാലൻ സാറിനോട് ഇത് പറയുന്നു. ബാലൻ സാറിന് അറിയില്ല, മറ്റവർക്ക് മലയാളം അറിയില്ല. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തോട് പറയുന്നു. അപ്പോൾ അദ്ദേഹം അപ്പം തന്നെ എന്നെ മുന്നിൽ വെച്ച് മേനകാഗാന്ധി അവരോട് പറയുന്നു. അവരുകൾ അദ്ദേഹത്തോട് പറയുന്നു, അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ലിൻഡ മാഡത്തോട് പറയുന്നു. അടുത്ത ദിവസം അദ്ദേഹം കേരളത്തിൽ തൃശ്ശൂരിൽ നമ്മുടെ വാഴച്ചാൽ ലൈവിൽ വരുന്നുണ്ട്. അന്ന് കാണാനുള്ള അപ്പം തന്നെ എല്ലാം കണക്ട് ചെയ്തു. അപ്പം തന്നെ എല്ലാം സംസാരിച്ചു. അപ്പം തന്നെ ഫോൺ വിളിച്ചു, എല്ലാം സംസാരിച്ചു. സന്തോഷമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ കാണാനുള്ള ആഗ്രഹം അദ്ദേഹം ഇങ്ങോട്ട് പറഞ്ഞു. അപ്പോൾ എന്തായാലും നമ്മുടെ സ്വന്തം കേരളത്തിൽ നമ്മുടെ സ്വന്തം വാഴച്ചാൽ IBയിൽ വെച്ച് കണ്ടുമുട്ടുന്നു, സംസാരിക്കുന്നു. ഏകദേശം ഞങ്ങൾക്ക് 5 പേർക്ക് 10 മിനിറ്റ് സമയം തന്നു. എല്ലാവരും 20 മിനിറ്റോളം എന്നോടൊപ്പം സംസാരിച്ചു. നല്ല രീതിയിൽ എങ്ങനെയാണ് ഈ ലൈവ് കൈകൊണ്ട് ഇത് ഹാൻഡിൽ ചെയ്യുന്ന ഒരുപാട് ക്യാച്ചർമാരെ പാമ്പ് സംരക്ഷകരെ കണ്ടിട്ടുണ്ട്. എന്തായാലും എൻ്റെ അപ്പോഴൊക്കെ കാണുമ്പോൾ എൻ്റെ കയ്യിൽ ഒരു മുറിവിൻ്റെ പാടുണ്ടായിരുന്നു. ഈ തിരുവനന്തപുരത്ത് ബാലരാമപുരത്തിനടുത്ത് ഒരു വീട്ടിനകത്തൊരു അത്ഭുത ജീവിയെ കണ്ടു എന്ന് പറഞ്ഞൊരു കോളുണ്ടായിരുന്നു. ആ സമയത്താണ്. അപ്പോൾ ഞാനവിടെ പോകുന്നു. ചെന്ന് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു വീട്ടിൻ്റെ റൂമിനകത്ത് ഓട്ടർ നീർനായ. അപ്പോൾ വീട്ടിനകത്തിരിക്കുന്നു. ആ വീട്ടിനകത്ത് തൊട്ടിലൊരു കുഞ്ഞ് കിടക്കുകയായിരുന്നു. കുഞ്ഞിനെ എങ്ങനെ എണീറ്റ് നിന്ന് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് അമ്മ കാണുന്നത്. അപ്പോൾ കുഞ്ഞിനെ ഇപ്പോൾ കടിക്കുമെന്നുള്ള പേടിയുണ്ട്. അമ്മ ഓടിന്ന് കുഞ്ഞിനെ എടുത്തിട്ട് കഥ പടച്ചു. അപ്പോൾ ഞാൻ പോയി നോക്കിയപ്പോൾ ഓട്ടറാണ്. ഞാൻ എല്ലാവരും പറഞ്ഞത് ഓനെങ്കിലും ജനങ്ങൾ അറിഞ്ഞുകൂടെ, ചന്ദ്രനിൽ നിന്ന് വന്ന അത്ഭുത ജീവി എന്നാണ് എല്ലാവരും പറഞ്ഞത്. അപ്പോൾ ഞാനവിടെ ചെല്ലുന്നു. എല്ലാവരും മാധ്യമക്കാർ ഒത്തിരി പേരുണ്ടായിരുന്നു. ഞാൻ അകത്ത് കയറി പിടിക്കാൻ ശ്രമിച്ചപ്പോൾ അവരൊക്കെ പറഞ്ഞില്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും അകത്തു വന്ന് പകർത്തണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് കടിക്കുന്ന ജീവിയാണ്. ഞാൻ പണ്ട് സ്കൂളിൽ പോകാതെ ക്ലാസ് കട്ട് ചെയ്ത് ആക്കുളം കായലിൽ പിരിക്കുമ്പോൾ കാണുന്ന സാധനമാണെന്ന് പറഞ്ഞു. ഇല്ല, ഇതൊന്നുമല്ല, ചന്ദ്രനിൽ നിന്ന് വന്നതാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, എല്ലാവരും കയറാൻ പറഞ്ഞു. അങ്ങനെ 2-3 ചാനലുകളുടെ ക്യാമറമാരകത്ത് കയറി. എൻ്റെ സുഹൃത്ത് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ മധുസാറും അകത്ത് കയറി. നമ്മൾ സാറെ കടിക്ക് നോക്കിയെന്നുള്ളതാണ് പറഞ്ഞു. അപ്പോൾ ഞാനിതിനെ പിടിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ എന്നെ കടിച്ചു. ഞാൻ വിട്ടു. ഉടനെ രണ്ടാമത് അമൃത ചാനലിൻ്റെ ക്യാമറമാനെ കടിച്ചു. അപ്പോഴും ഞാൻ പോയി പിടിച്ചു. അപ്പോഴും എന്നെ കടിച്ചു. അപ്പോൾ ഞാൻ വിട്ടു. വീണ്ടും അടുത്ത മധുസാറിനെ കടിച്ചു. പിന്നെ എനിക്ക് കടികളിലൊരു കൂമ്പാരമായിരുന്നു. ഒരു 100 കടി എനിക്ക് കിട്ടി. അപ്പോൾ ഇതിൻ്റെ കൈയെല്ലാം പഴുത്ത്, ഇവിടെ ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കൈയെല്ലാം പഴുത്ത് ഇരിക്കുമ്പോൾ ഇദ്ദേഹത്തെ കാണാനുള്ള അവസരം. സ്മെല്ലടിക്കുന്നു. അപ്പോഴും അദ്ദേഹം എൻ്റെ കൈ ഇങ്ങനെ പിടിച്ച് വെച്ചിരിക്കുന്ന ദൃശ്യങ്ങൾ നമ്മുടെ ലോകമെമ്പാടുള്ള ആൾക്കാർ കണ്ടതാണ്. ഈ നാറ്റം പിടിച്ച കൈ ഇങ്ങനെ വെച്ചിരിക്കുന്നു. ഇതുപോലൊരു ഭാഗ്യം എന്നെ പോലുള്ളൊരു സാധാരണക്കാരന് ഒരിക്കലും കിട്ടാനില്ല എന്നുള്ളതാണ്. അത് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ആ അവാർഡിനോടനുബന്ധിച്ച് ഈ സൂര്യൻ അസ്തമിക്കാത്ത രാജ്യത്തിൻ്റെ രാജകുമാരനെ കണ്ടതും. അതോടൊപ്പം അങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് അടുത്തൊരു കോള്, എൻ്റെ അടുത്ത ദിവസത്തെ കോള്, എൻ്റെ ഈ പ്രധാനപ്പെട്ടത് മാത്രമേ പറയുന്നുള്ളൂ. എൻ്റെ 7ാമത്തെ രാജവെമ്പാല. രാത്രി 9 മണിക്ക് കോള് വരുന്നു. കുളത്തൂപ്പുഴയ്ക്ക് അടുത്ത് കട്ടളപ്പാറ എന്നുണ്ട്. കട്ടളപ്പാറയ്ക്ക് അകത്തൊരു സെറ്റിൽമെൻറ്റിനകത്ത് പ്ലാവിൻ്റെ മുകളിലൊരു രാജവെമ്പാല എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് ഞാൻ മാത്രമേ കേരളത്തിലുള്ളൂ. അപ്പോൾ എന്നോടൊപ്പം നിന്ന് തന്നെ ബാബു പാലാലയം എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തോടൊപ്പം സന്ദീപ് എന്ന് പറഞ്ഞൊരു കണ്ണൂരിലെ ചെറുപ്പക്കാരനുണ്ടായിരുന്നു. പിന്നെ റിയാസ് എന്ന് പറഞ്ഞ കണ്ണൂരിലെ ചെറുപ്പക്കാരൻ. അപ്പോൾ ഇവർ 3 പേരും കൂടി ഇതറിഞ്ഞുകൊണ്ട് ഇവരും അവിടെ പാമ്പിനെ പിടിക്കാൻ പോകും. അപ്പോൾ ഞാൻ ഈ വലിയ പ്ലാവിൻ്റെ മണ്ടയിലാണ് ഇരിക്കുന്നത്. ഞാൻ കയറി പിടിക്കാൻ പറ്റില്ല. അപ്പോൾ അന്ന് നമുക്ക് ലൈറ്റ് സംവിധാനങ്ങളില്ല, വനമാണ്.
അന്ന് നമ്മുടെ ഫയർഫോഴ്സുകാരും പോലീസോടെ ഉണ്ടായിരുന്നു, നമ്മുടെ ഫോറസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ഫയർഫോഴ്സുകാരുടെ ഒരു സ്തൂപം പോലത്തെ ഒരു ലൈറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ വെട്ടത്തിൽ ഞാൻ മരത്തിന് കയറി, അവിടുത്തെ മരം ഞാൻ ഒറ്റയ്ക്കാണ് ഞാൻ അപ്പുറത്തെ മരത്തിൽ കയറി ആ കവരം വെട്ടുന്നു. അപ്പോൾ പാമ്പ് ഇപ്പുറത്തെ കവരത്തിലേക്ക് പോകുന്നു. അപ്പോൾ ഈ കവരം വെട്ടുന്നു. അപ്പോൾ താഴെ നിൽക്കുന്ന മറ്റ് പാമ്പ് സംരക്ഷകർ നോക്കണമെന്ന് പാമ്പ് സംരക്ഷകരോട് പോയി ഫോറസ്റ്റുകാരോട് അവരോട് പറയാണ്, സാറേ ഈ ലൈറ്റ് അണയ്ക്കുമെന്ന്. അത് ഞാനിതിനെ പിടിക്കരുത്. ഇവരെന്നോട് ചോദിച്ചു ഞങ്ങൾ പിടിക്കട്ടെ എന്ന്. ഞാൻ നിങ്ങൾ പിടിക്കേണ്ട, ഞാൻ പിടിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ മനഃപൂർവ്വം അവർ ലൈറ്റ് അണപ്പിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഫയർഫോഴ്സുകാർ വന്ന് സുരേഷ് ലൈറ്റ് അണയും പെട്ടെന്ന് വേണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ പിന്നെ പെട്ടെന്ന് ഏകദേശം 4 മണിക്കൂർ 5 മണിക്കൂർ സമയമെടുത്ത് പെട്ടെന്ന് ആ കവരം എല്ലാം പെട്ടെന്ന് മുറിച്ചിറക്കി ഇതിനെ പിടികൂടി. അങ്ങനെ 7ാമത്തെ രാജാമ്പരം ഭയങ്കര വാർത്തയായി. ഞാനിങ്ങനെ കഴുത്ത് ചുറ്റിയിട്ടിട്ട് തലയിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്നൊരു ഫോട്ടോസ് എപ്പോഴും. അപ്പം ഞാൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നൊരു ഫോട്ടോ ആയിരുന്നത്. അത് എല്ലാവരും വളരെ ദയനീയമായിട്ട് കൊണ്ടുവന്നു. ഞാൻ വേർത്ത് കുളിച്ച് ഇങ്ങനെ കരയും പോലെ നിൽക്കുന്നൊരു ഫോട്ടോ. ഒരുപാട് കഷ്ടപ്പെട്ടു. എനിക്ക് ഒരുപാട് എന്താ പറയുക, എന്നെ ഇറിറ്റേറ്റ് ചെയ്യിപ്പിച്ചു ഇവർ താഴെ നിന്നുണ്ട്. ഈ പാമ്പിനെ പിടിക്കാനായിട്ട് വന്ന മറ്റ് 3 പേര്. എന്തായാലും അതൊന്നും ഞാൻ വകവച്ചില്ല. എൻ്റെ 7ാമത്തെ അതിഥി പിടികൂടി. അത് കഴിഞ്ഞ് അടുത്ത ദിവസമാണ് മറ്റൊരു സന്തോഷം എന്ന് പറയുന്നില്ല, വേദനപ്പെടുന്നത്, വേദനിപ്പിക്കുന്നൊരു ഓണം. ഞാൻ എല്ലാ ഓണവും 15 വർഷം കൊണ്ട് എൻ്റെ അമ്മയോടോ അപ്പനോടോ ഒന്നുമല്ല ഞാൻ ഉണ്ണുന്നത്. എന്നെ പ്രതീക്ഷിക്കുന്ന, എന്നെ കാത്തിരിക്കുന്ന ഒരു കൂട്ടം പാവപ്പെട്ട കുട്ടികളുണ്ട് ആറ്റുകാൽ ക്ഷേത്രത്തിനടുത്ത് കുരിയാത്തി എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പോൾ ഞാൻ അവർ വിളിച്ചു പോകാമെന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ വേദന തോന്നിയൊരു വാർത്ത പത്രത്തിൽ കൂടി കാണുന്നത്, ഒരു കൊച്ചുമകൾ കൊല്ലം ജില്ലയിൽ പുനലൂരടുത്ത് പത്തനാപുരം എന്നുകൊണ്ട് സ്ഥലത്ത് 3 പെൺമക്കൾ കിടന്ന് തറയിലുറങ്ങുന്നു. അച്ഛനും അമ്മയും അപ്പുറത്ത് കിടന്നുറങ്ങുന്നു. ആ തറയിൽ കിടന്നുറങ്ങിയ കുട്ടി പാമ്പ് കടിയേറ്റ് മരണപ്പെട്ടു. വളരെ കഷ്ടം വരുന്നത്. എനിക്ക് ഒരാളിനെയും വേദനിപ്പിക്കരുത്, ഒരാളുടെ വിയോഗം ഒരിക്കലും മറ്റൊരാളിന് സന്തോഷം നൽകുന്നില്ല, എന്നാൽ സന്തോഷപ്പെടുന്ന ആൾക്കാരുണ്ടായിരിക്കാം ഭൂമിയിൽ. ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല. അപ്പോൾ ഞാൻ ആ വീടൊക്കെ സന്ദർശിച്ചു. വളരെ കഷ്ടപ്പെട്ട വീടാണ്, പാവപ്പെട്ട വീടാണ്. തറയിൽ കിടന്നിറങ്ങിക്കൊണ്ടാണ് കടി കിട്ടിയത്. അപ്പോൾ അന്ന് തൊട്ട് ഞാനൊരു അന്വേഷണം ഇങ്ങനെ കൊണ്ട് നടന്നു. ഇതെങ്ങനെ പാമ്പഴഞ്ഞ് കയറുന്നു, കടി കിട്ടാൻ സാഹചര്യം എന്താണ്, വരാൻ സാഹചര്യം എങ്ങനെയാണ്, വരാൻ സാധ്യതയുണ്ടോ, ഇവിടെ വരുമോ എന്നൊക്കെ ഉള്ളൊരു അന്വേഷണം എൻ്റെ ജീവിതത്തിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു അനുഭവം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആ വീട് സന്ദർശിക്കുന്നു. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കഷ്ടപ്പാടുകൾ പല സ്ഥലത്തും വാർത്തയായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ നമ്മുടെ ഇതിൽ 30 ദിനങ്ങൾക്ക് മുന്നേ പറയേണ്ട കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഞാൻ ദുബായിൽ നിന്നൊരു സംഘടന എന്നെ വിളിച്ചോളും, സുരേഷ് ചേട്ടാ, ഞങ്ങൾ സുരേഷ് ചേട്ടനൊരു വീട് വെച്ച് നൽകാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് ആ വീട് വേണ്ട. ഇന്ന് ഒരു കുട്ടി പാമ്പ് കടിയേറ്റ് ഇന്ന് 2-3 ദിവസങ്ങൾക്ക് മുന്നേ കുട്ടി പാമ്പ് കടിയേറ്റ് മരണപ്പെട്ടു. ഒരു കൊച്ചുമോള്. ആ വീട് ഞാൻ പോയി കണ്ടു. തറയിലാണ് കിടക്കുന്ന, വാതിൽ ജനലൊന്നുമില്ല. അപ്പോൾ ആ വീട് അവർക്ക് വെച്ച് കൊടുക്കണമെന്ന് പറഞ്ഞു. ശരി ചേട്ടാന്ന് പറഞ്ഞു. ഞങ്ങളത് ഇപ്പം തന്നെ എല്ലാം ശരിയാക്കി വിളിക്കാമെന്ന് പറഞ്ഞു. ഞാൻ ഇവരുടെ വാക്കും കേട്ടും കൊണ്ട് അവരോട് പോയി പറഞ്ഞ് നിങ്ങൾക്ക് ഞാൻ വീട് വെച്ച് നൽകാം. പിന്നെ അവരെ കണ്ടതുമില്ല. ഞാനിവർക്ക് ചെറിയൊരു വാർത്ത കൊടുത്ത് കുറച്ച് ഫണ്ട് കളക്ട് ചെയ്ത് ബാക്കി പൈസയും കൂടി ചേർത്ത് വീടിൻ്റെ 90% തീർത്ത് കൊടുക്കാനേ എനിക്ക് പറ്റുള്ളൂ. ബാക്കി തീർത്ത് കൊടുക്കാൻ കഴിഞ്ഞില്ല. പിന്നെ അവർ കയറി താമസിക്കുന്നു, സുഖമായിട്ടിരിക്കുന്നു. പായസം ഇപ്പോൾ കൊണ്ടുവരുമെന്ന് പറഞ്ഞാണ് ഞാനിരിക്കുന്നത്. അന്നേരം മോന് പുറകിൽ കൂടി ഇങ്ങനെ ഓടി തുമിച്ച് വരുന്നു. അപ്പം അവൻ പോക്കറ്റിൽ നിന്ന് ഇങ്ങനെ ബാക്കിൽ കൊണ്ടുവന്നൊരു കപ്പ് ഇങ്ങനെ കൊടുക്കുന്നു അമ്മയുടെ കയ്യിൽ. കപ്പ് ഡിസ്പോസിബിൾ കപ്പായിരുന്നു. അന്ന് ഡിസ്പോസിബിളും ഉണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഡിസ്പോസിബിളിലേക്ക് അവർ പായസം പകരുന്നു. തൊട്ടടുത്ത് തന്നെ ഒരു 10-25 ഗ്ലാസ്സുകൾ ഇങ്ങനെ നിരന്നിരിപ്പുണ്ട്. അപ്പോൾ അതിലൊന്നും അവർ എനിക്ക് പായസം തരാതെ അവർ പുറത്തുനിന്ന് കൊണ്ടുവന്ന കപ്പിൽ, ആ ഡിസ്പോസിബിൾ കപ്പിൽ പായസം തന്നു എന്നുള്ളതാണ്.